ഗവർണർക്കെതിരായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആർഷോയ്ക്കെതിരെ രാജ്ഭവൻ കേന്ദ്രങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ ഗവർണർ SFI പോരെ പുതിയ തലത്തിലെത്തി നിൽക്കുന്നു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ ജാമ്യം റദ്ദു ചെയ്തിട്ടുണ്ടെന്നും പിടികിട്ടാപ്പുള്ളിയാണെന്നുമുള്ള ആരോപണത്തിന്റെ നിജസ്ഥിതിയാണ് രാജ്ഭവൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ ജാമ്യം നഷ്ടപ്പെട്ട ആർഷോ പ്രത്യക്ഷ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം നൽകിയിട്ടും കർശന നടപടികൾക്ക് തയ്യാറാകാതെ സംരക്ഷിക്കുകയാണ് പോലീസ് ചെയ്തതെന്നാണ് ഉയരുന്ന ആരോപണം. വധശ്രമ കേസിൽ ഉൾപ്പെട്ട ആർഷോയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് മറ്റു ചില കേസുകളിൽ കൂടി ഉൾപ്പെട്ടതോടെ ആദ്യ ജാമ്യം റദ്ദായി. തുടർന്നാണ് ആർഷോയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2022 ആഗസ്റ്റ് മാസത്തിൽ ജാമ്യം ലഭിച്ച് ആർഷോ പുറത്തിറങ്ങി. എന്നാൽ എല്ലാ ആഴ്ചയിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥ ആർഷോ ലംഘിച്ചതിനാൽ ജാമ്യം വീണ്ടും നഷ്ടമായി എന്നാണ് ഉയരുന്ന ആരോപണം. 2023 ജനുവരിയിൽ എറണാകുളം ജില്ലാ കോടതി ആർഷോയുടെ ജാമ്യം റദ്ദാക്കി എന്ന വിവരമാണ് രാജ്ഭവന് ലഭിച്ചിട്ടുള്ളത്. ജാമ്യം റദ്ദാക്കിയതിനു ശേഷം ആർഷോ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതിനിടയിൽ പ്രോസിക്യൂഷൻ ആർഷോയ്ക്ക് അനുകൂലമായി കൂറുമാറി എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ ഇത് സംബന്ധിച്ച കേസ് നടന്നുവരികയാണ്. ഈ വിധം വസ്തുതകളുടെ പിന്നാമ്പുറങ്ങളാണ് രാജ്ഭവൻ കേന്ദ്രങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ആരോപണം ശരിയല്ലെന്നും ഇത് സംബന്ധിച്ച നിയമ നടപടികൾ നടന്നു വരികയാണെന്നുമാണ് SFI നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇടത് വിദ്യാർത്ഥി സംഘടനയുടെ അമരക്കാരനാണെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള ഒട്ടേറെ കേസുകളിൽ PM ആർഷോ ഉൾപ്പെട്ടിട്ടുണ്ട്. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സെനറ്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ സംഘടനത്തിൽ AIYF വനിതാ നേതാവിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിലെ പ്രധാന പ്രതിയാണ് ആർഷോ. ഇത് സംബന്ധിച്ച് കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെ ഒട്ടേറെ അതിക്രമ കേസുകളിലും പ്രതിസ്ഥാനത്തുള്ള ആർഷോ അതിലെല്ലാം നിയമ നടപടികൾ നേരിട്ട് വരികയുമാണ്. കേസിൽ ഉൾപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന സമയത്ത് നടന്ന സർവകലാശാല പരീക്ഷയിൽ ആർഷോ വിജയിച്ചത് സംബന്ധിച്ച് നടന്ന തർക്കങ്ങൾ ഒട്ടേറെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു. സമരമുഖങ്ങളിൽ പലപ്പോഴും അക്രമോത്സുകനായി രംഗത്തെത്തുന്ന ആർഷോ മികച്ച സംഘാടകൻ കൂടിയാണ്. ആ സംഘാടന മികവ് തന്നെയാണ് ഗവർണർക്കെതിരായ തുടർ പ്രക്ഷോഭങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതും. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഉപേക്ഷിച്ച് ഗവർണർ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസ് തെരഞ്ഞെടുത്തത് സംഘർഷ സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയായിരുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അതിശക്തമായ പ്രതിഷേധവും ബാനർ യുദ്ധവുമൊക്കെ നടന്നുവെങ്കിലും ഗവർണറുമായി നേരിട്ടുള്ള പോരാട്ടമായി അത് മാറിയില്ല. കാരണം ആ വിധത്തിലുള്ള കർശന നിർദ്ദേശമാണ് ആഭ്യന്തര വകുപ്പ് പ്രത്യക്ഷമായി പോലീസിനെയും പരോക്ഷമായി പ്രതിഷേധക്കാരെയും അറിയിച്ചത്. കാരണം ഇതിനു മുമ്പ് നടന്നതുപോലെ ഗവർണറുടെ കാറിന് നേരെ അതിക്രമമോ മറ്റോ ഉണ്ടായാൽ ഭരണഘടനാ വിഷയമായി അത് മാറ്റി കേരള സർക്കാരിനെതിരെയുള്ള മറ്റൊരായുധമാക്കി രാജ്ഭവൻ ഉപയോഗിക്കുമെന്നത് ഉറപ്പാണ്. കേരളത്തിൽ രാഷ്ട്രപതി നേരിട്ട് ഇടപെടാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാവില്ല. അത്യന്തം പ്രകോപനപരമായി ഗവർണറും SFI പ്രവർത്തകരും ഇടപെട്ടിട്ടും അനിഷ്ട സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നത് ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യക്ഷ സുരക്ഷാ മുൻകരുതലുകൾ ഒന്നുമില്ലാതെ കോഴിക്കോട് മിഠായി തെരുവ് ഗവർണർ സന്ദർശിച്ചത് ഏറെ ചർച്ചാ വിഷയമായിരുന്നു. മറ്റു പലയിടത്തും പ്രതിഷേധം അലയടിക്കുമ്പോൾ മിഠായി തെരുവ് വളരെ ശാന്തമായിരുന്നു. മിഠായി തെരുവിലും പരിസരത്തും ഗവർണർക്കെതിരെ പ്രതിഷേധം ഇരമ്പാനുള്ള സാധ്യത ചിലർ കണക്കുകൂട്ടിയെങ്കിലും വിദഗ്ധമായത് അട്ടിമറിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. CPMന്റെ വേറിട്ട നീക്കമായിരുന്നു ഇത്. ഗവർണർ പോലും മിഠായി തെരുവ് സന്ദർശനത്തെപ്പറ്റി നല്ല വാക്കുകൾ പറഞ്ഞത് രാഷ്ട്രീയമായി സർക്കാരിന്റെയും വിജയമാണ്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ പോലീസിനെ കുറിച്ച് കടുത്ത വിമർശനമാണ് ഗവർണർ ഇപ്പോഴും നടത്തുന്നത്. ഷെയിംലെസ് പീപ്പിൾ, നാണം കെട്ട വർഗം എന്ന മട്ടിലാണ് ഗവർണർ കേരള പോലീസിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ ജാമ്യം നഷ്ടപ്പെട്ട് ഒളിവിൽ കഴിയുന്ന വ്യക്തിയാണ് ഗവർണർക്കെതിരായ സമരത്തിന് നേതൃത്വം നൽകിയതെന്ന് തെളിഞ്ഞാൽ അതിന്റെ വിശദീകരണം നൽകാൻ ആഭ്യന്തര വകുപ്പ് നിർബന്ധിതരാകും. സർക്കാരും ഗവർണറും തമ്മിലുള്ള തുറന്ന പോരാട്ടമായത് മാറുകയും ചെയ്യും. ആർഷോ പിടികിട്ടാപ്പുള്ളിയാണെന്ന് തെളിയിക്കാൻ രാജ്ഭവന് കഴിഞ്ഞാൽ അതിശക്തമായ രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് ഒരിക്കൽ കൂടി കേരളം സാക്ഷ്യം വഹിക്കും.